ലോകം സമാധാന ചർച്ചകളെക്കുറിച്ച് ആവശ്യപ്പെടുമ്പോൾ റഷ്യ സംസാരിക്കുന്നത് അവരുടെ സൈനിക കരുത്തിനെ കുറിച്ചാണ്. പാശ്ചാത്യ ശക്തികളുടെയും നാറ്റോയുടെയും ഉറക്കം കെടുത്തിക്കൊണ്ട് പുതിന്റെ ഏറ്റവും പുതിയ വജ്രായുധം യുദ്ധക്കളത്തിൽ സജ്ജമായി കഴിഞ്ഞു. ഭയപ്പെടേണ്ടത് ഉക്രൈൻ മാത്രമല്ല, റഷ്യയുടെ കരുത്തിനെ നിസ്സാരമായി കാണുന്ന ഏതൊരു ശക്തിയുമാണ്. റഷ്യയുടെ ഏറ്റവും പുതിയ ആണവശേഷിയുള്ള ഓർഷനിക് മിസൈൽ സംവിധാനം പ്രവർത്തന സജ്ജമായതായി ക്രെംലിൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വെറുമൊരു മിസൈൽ അല്ല, ഇത് യൂറോപ്പിനെ മുഴുവൻ നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാൻ ശേഷിയുള്ള, പ്രതിരോധിക്കാൻ അസാധ്യമായിട്ടുള്ള റഷ്യയുടെ തന്ത്രപരമായിട്ടുള്ള ഒരു ആയുധമാണ്. റഷ്യൻ സേനയുടെ സജീവ സേനയിലേക്ക് ഈ മിസൈലുകൾ ഉൾപ്പെടുത്തിയതോടെ യുദ്ധമുഖത്തെ ചിത്രം പാടെ മാറുകയാണ്. സമാധാന ചർച്ചകളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ റഷ്യ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഡിസംബർ മാസത്തോടെ ഓർഷനിക് മിസൈലുകൾ വിന്യസിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. സോവിയറ്റ് കാലഘട്ടത്തിലെ കരാറുകളെല്ലാം പഴങ്കഥയാക്കി 500 മുതൽ 5500 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള ഈ അത്യാധുനിക മിസൈലുകൾ ഇന്ന് അതിർത്തിയിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. റഷ്യൻ അതിർത്തിയിൽ സൈനിക ബഫർ സോണുകൾ സൃഷ്ടിക്കേണ്ടത് റഷ്യയുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് പുടിൻ ഊന്നി പറയുന്നു. കീവും മോസ്കോയും ചർച്ചകളിലേക്ക് അടുക്കുന്നുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടയിലാണ് റഷ്യ ഈ പടുകൂറ്റൻ സൈനിക നീക്കം നടത്തിയിരിക്കുന്നത്. സപോരിജിയ ആണവ നിലയം ഉൾപ്പെടെയുള്ള നിർണായക മേഖലകളിൽ റഷ്യൻ അധിനിവേശം ശക്തമാണ്. സമാധാനം വേണമെങ്കിൽ റഷ്യയുടെ നിബന്ധനകൾ അംഗീകരിക്കേണ്ടി വരുമെന്നാണ് ഉറപ്പിക്കുകയാണ് മോസ്കോ. നാറ്റോ ശക്തികൾക്ക് നൽകുന്ന അവസാന മുന്നറിയിപ്പ് കൂടിയാണിത്. റഷ്യൻ കരുത്തിന് മുന്നിൽ പതറാതെ നിൽക്കാൻ ഇനി ആർക്കും സാധിക്കില്ല. ഓർഷനിക് മിസൈലുകൾ വിന്യസിച്ചതോടെ യുദ്ധക്കളത്തിൽ റഷ്യയുടെ മേധാവിത്വം പൂർണ്ണമായിരിക്കുകയാണ്. ഇത് വെറുമൊരു ആയുധ പ്രദർശനമല്ല, മറിച്ച് ലോകക്രമം റഷ്യ നിശ്ചയിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. ചർച്ചകൾ ഏത് ദിശയിലേക്ക് പോകുമെന്ന് ഇനി പുടിൻ തീരുമാനിക്കും. കാരണം റഷ്യയുടെ വജ്രായുധങ്ങൾ ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ഉന്നം പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.